ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? 3 കൂട്ടരുടെ പ്രാർത്ഥനകൾ ഉത്തരമുണ്ട് സാബ. അതിലൊന്ന് ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ്. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ദുആ ചെയ്യണേ ചെയ്യണേ. പിരാങ്കട്ടയിലുള്ള ഉമ്മ ദുആ ഇറക്കുകയാണ്. പടച്ചറപ്പേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈറായ നിലയ്ക്ക് നല്ലൊരു വിസവന് കൊടുക്കണേ അല്ലാ. ആയിരം ഒരാഴ്ച കഴിഞ്ഞില്ല, അവന്റെ കൂട്ടുകാർ മുഖേന ഖൈറായ ഒരു ജോലി അവന് തരപ്പെടുകയാണ്. അവൻ ഖത്തറിലേക്ക് പോവുകയാണ്, അവൻ കുവൈറ്റിലേക്ക് പോവുകയാണ്, അവൻ USA പോവുകയാണ്, അവനതാ സൗദിയിലേക്ക് കടക്കുകയാ. അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒറ്റക്കാക്കിയിട്ട് അവനതാ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഒറ്റയ്ക്ക് ആണ് എങ്കിൽ അവരെ സന്തോഷിപ്പിക്കലല്ലാതെ, അവരുടെ പരിപൂർണ അനുമതിയല്ലാതെ നീ യാത്രയ്ക്കൊരുങ്ങരുതേ, ഒരുങ്ങരുതേ. പരിശുദ്ധമാക്കപ്പെട്ടതായ ജിഹാദിന് വേണ്ടി പോലും അല്ലാഹു റസൂൽ അനുവദിച്ചിട്ടില്ല, റസൂലുള്ള അനുവദിച്ചിട്ടില്ല. പോകരുതേ, വരരുതേ. നിങ്ങൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാവിന്റെ ദുആ കാരണമായി പ്രവാസ ലോകത്തേക്ക് പോകാൻ കഴിഞ്ഞ സഹോദരൻ 22 വയസ്സുള്ള സഹോദരനാണ്. 3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നുകൊണ്ട് വിവാഹാലോചന നടത്തുകയാണ്. നല്ല ഒരു തറവാട്ടിൽ നിന്ന് തറവാട്ട് മഹിമയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് അതിലൂടെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ കൂടെ തന്നെ ഫ്ളാറ്റിൽ താമസിപ്പിക്കുകയാണ്. 2 പേർക്കും നല്ല ഒരു റാഹത്താകുന്ന ജീവിതം ഉണ്ടാവുകയാണ്. ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ ഫോൺ വിളിച്ചുകൊണ്ട് വിളിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ 2 പേരും സൗദിയിലേക്ക് വരണേ, സൗദിയിലേക്ക് വരണേ. നിങ്ങൾക്ക് 2 പേർക്കും ഇതാ ഒരു വിസ ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തോടുകൂടി മാതാവും പിതാവും നാട്ടുകാരോട് യാത്ര പറയുകയാ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ സൗകര്യത്തിലേക്ക് പോവുകയാണ്. മകൻ വിളിച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട മരുമകളുടെ ചാരത്തേക്ക് ഞാനിതാ പോവുകയാണ്, അവളുടെ കൂടെയാണ് ഇനിയുള്ള കാലഘട്ട ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് യാത്ര പറയുന്നതായ പാവപ്പെട്ട ഉമ്മ അവസാനം ഫ്ലൈറ്റ് കയറി സൗദിയിൽ വന്നുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി തൻ ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ട് കതക് തുറന്നു നോക്കുമ്പോ അല്ലാ അല്ലാ, തന്റെ മരുമകളാ പരിപൂർണ ഗർഭിണിയാണ്. പരിപൂർണമായ ഗർഭിണിയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മരുമകളെ ആയാക്കാൻ വേണ്ടിയായിട്ടാണ് ഒരു വിസ കൊടുത്തിട്ട് പൊന്നുമ്മായോട് പറയുന്നത്, ഉമ്മാ നിങ്ങൾക്കൊരു ഉംറ ഇതാ നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്ത് അപരാധമാണടാ നീ ചെയ്യുന്ന പൊന്നുമോനെ, എത്ര വലിയ തെറ്റുകുറ്റമാടാ നീ ചെയ്യുന്നത് പൊന്നുമോനെ. സയ്യിദ് ഉസ്താദിന്റെ മഖബറയിൽ വന്നുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞാല് പൊറുക്കപ്പെടുവോ പൊന്നുമോനെ. മാലിക് ബിൻ ദീനാറിന്റെ മഖബറയിൽ വന്നുകൊണ്ട് ഖത്തം തീർത്തിട്ട് ദ്വാരന്നാല് പൊരുത്തപ്പെടുവോ പൊന്നുമോനെ. മാതാപിതാക്കളെ നോവിച്ചുകൊണ്ട് എന്തിനാ പൊന്നുമോനെ നിനക്കൊരു ജീവിതം വേണ്ട മോനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആയാക്കാൻ വേണ്ടി അവിടെ കൂടുതൽ ചെലവുള്ളതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി നിർത്തുന്നതായ മുസ്ലിം സഹോദരങ്ങളിൽ നീ കേരളത്തില്ലയോ, കാസർഗോഡില്ലയോ, കാസർഗോഡില്ലയോ? ശ്രദ്ധിക്കണേ സഹോദര, നിന്റെ സമ്പത്ത് മുഴുവൻ തകരാനും നീ ഇല്ലാതാകാനും നീ നശിക്കാനും അത് കാരണമായി തീരുമേ. പൊരുത്തത്തോടുകൂടിയല്ലാതെ അവരെ കൊണ്ടുപോയി നീ ബുദ്ധിമുട്ടിക്കല്ലേ. 60 വയസ്സുള്ള ഉമ്മയാണ്, ആ 60 വയസ്സ് വരെ നിനക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാണ്, നിന്റെ താരാട്ടുപാടി ഉറക്കിയ ഉമ്മയാണ്, നിനക്ക് വേണ്ടി ഉറക്കമഴിച്ച ഉമ്മയാണ്. നിനക്ക് സുഖമില്ലാതെ വന്നപ്പോ മംഗലാപുരം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം നിലയുറപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയെ നീ മറക്കല്ല. നിനക്ക് വേണ്ടി ഒരുപാടുകൾ മഖബറുകൾ നടത്തിയവരാണ്.
നേർച്ച നടത്തിയവരാണ്. ദീനിന്റെ മജ്‌ലിസിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഉസ്താദുമാരോട് ആവശ്യപ്പെട്ടവരാ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കള് മറക്കരുതേ, മറക്കരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ വരികയാണ്. നബിയോട് പറയുകയാ, ഇന്നി ഉരീദുൽ ഹിജ്റത മഅക യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ഞാൻ അവിടുത്തെയോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നുണ്ട് നബിയേ, ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ ഇന്ന് പോയിട്ട് നാളെ വരിക, ഇന്ന് പോയിട്ട് നാളെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. മക്കയിൽ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കവയ്യാതായി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനമെടുക്കാൻ. അപ്പോൾ ഒരു അനുയായി അറിഞ്ഞു. അനുയായി വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, അള്ളാന്റെ റസൂല് അവിടുത്തോടൊപ്പം ഇനി ഉരീദുൽ ഹിജ്റത മഅക, ജിഹാദല്ല, യുദ്ധമല്ല, അവിടുത്തോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഞാൻ എത്തുവെക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തോടൊപ്പം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ സംഗതി എങ്ങനെയോ അറിഞ്ഞു. മാതാപിതാക്കൾ ഭയങ്കര കരച്ചിലായി, വല്ലാത്ത കരച്ചിലായി, പൊട്ടിക്കരച്ചിലായി. കാരണം എന്താ, ഒറ്റ മോനേ ഉള്ളൂ. ഈ മകൻ അള്ളാന്റെ റസൂലിനോട് പോവുകയാണോ? മാതാപിതാക്കൾ ഭയങ്കര കരച്ചിൽ. അറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ തയ്യാറെടുപ്പും എടുത്തു കൂട്ടുകാരോട്, തന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ നബി തങ്ങളോടൊപ്പം യാത്ര പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറെടുപ്പത്തിരിക്കുന്ന സഹാബിയോട് റസൂലുള്ള പറയുകയാ, ഇർജി ഫഅളിഹുമാ കമാ അബ്കൈതഹുമാ. നീ തിരിച്ചു പോണേ പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ കരയിപ്പിച്ചതിന് പകരമായി അവരെ നീ ചിരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നോട് വരണ്ട, എന്റെ കൂടെ നീ വരണ്ട, നീ എവിടെ പോയിന്നോ? പാപ്പാടെ ഉമ്മാടെ കൂടെ നിന്നു. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ എങ്ങനെ കരയിപ്പിച്ചോ അതേപോലെ ചിരിപ്പിച്ചിട്ടു വാ. ആര് പറയും? നബിയുനാ റസൂലുള്ളാഹി. അവരെ സന്തോഷിപ്പിക്ക്, അവരെ സന്തോഷിപ്പിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഭൂമുഖത്ത് മനുഷ്യൻ നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചതാകുന്ന വസ്തു അള്ളാന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത് ഉമ്മയുടെ മുഖമാണ്, ഉമ്മയുടെ മുഖമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാകുന്നു നമ്മൾ. ആ ഉമ്മയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ വലിച്ചെറിയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പൈസ കൂടുമ്പോ റബ്ബിനെ മറക്കുന്നു, പാപ്പായെ മറക്കുന്നു, ഉമ്മായെ മറക്കുന്നു. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ 20 കൊല്ലം 30 കൊല്ലം ഒക്കെ കഴിയുന്ന സഹോദരങ്ങൾ, എല്ലാവരുടെയും കാര്യമല്ല, ഒരുപാട് ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്തതാകുന്ന ആളുകൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മക്കളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ ചില ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തവർ, മാതാപിതാക്കളെ ഗൗനിക്കാത്തവർ, ആ മാതാപിതാക്കൾക്ക് വേണ്ടുന്നതാകുന്ന സേവനങ്ങൾ കൊടുക്കാത്തവർ, അവർക്ക് ഖിദ്മത്തെടുക്കുന്നതിൽ അവഗണന വെക്കുന്നവർ. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എവിടെ പോയാലും ഉമ്മയുടെ കാര്യം ചോദിക്കുക, ഡെയിലി ഉമ്മായ ഫോൺ വിളിക്കുക, ഡെയിലി ഉമ്മായ ഫോൺ വിളിക്കുക. അതൊക്കെ വലിയ സന്തോഷമാണ് അവർക്ക്. നമ്മൾ മനസ്സിലാക്കൂ, ഇന്നലെ വിളിച്ചാലോ ഇനിയിപ്പോ എന്താ? ഗൾഫിലുള്ള സഹോദരങ്ങൾ ആഴ്ചയിലെങ്കിലും നിർബന്ധമായിട്ടും സ്വന്തം മാതാപിതാക്കളെ ഫോൺ വിളിച്ചിട്ട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം. അത് വാപ്പാക്കും ഉമ്മാക്കും വലിയ സന്തോഷമുള്ള സംഗതിയാണ്, വലിയ സന്തോഷമാണ്, റാഹത്താണ്. ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ നീ ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് ആ സമയത്ത് മാത്രമായിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ഇറച്ചി വെച്ചു കൊടുത്തിട്ട് ഇത് വെക്കെന്ന് പറഞ്ഞിട്ട് അവരത് വെച്ച് പാചകം ചെയ്യുമ്പോൾ സുഭിക്ഷമായിരുന്ന് കഴിച്ചിട്ട് ടാറ്റയടിച്ചു പോകുന്ന രീതി ആകരുത് പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിൽ. അതാണോ നിനക്ക്? അങ്ങനെയല്ല. വർഷത്തിലൊന്ന് വന്നിട്ട് അങ്ങനെ പോകരുത്. ദിവസേന അവരുമായി ബന്ധം പുതുക്കുക. വന്നിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, മാതാപിതാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു സുദിനം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ മാതാപിതാക്കൾ, തന്റെ മക്കൾ എല്ലാവരും കൂടി ഒരു തീൻമേശയുടെ ചുറ്റുവട്ടം ഇരിക്കട്ടെ, ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കട്ടെ. തന്റെ വാപ്പായുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ആഹാരം വാങ്ങിയിട്ട് നീ കഴിക്കും. ഉമ്മ നിന്റെ ചൂടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്നതാകുന്ന ഭക്ഷണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്ര സ്നേഹമാണ് ആ പങ്കിടൽ.
അള്ളാഹു തൗഫീഖ് തരട്ടെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അങ്ങോട്ടൊരു ഉരുൾ വെച്ചു കൊടുക്കുന്നു, ആ ഭാര്യ തിരിച്ചിങ്ങോട്ടും മക്കൾക്കും വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പരസ്പരം നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം പൂമുട്ടു വിരിയട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.